കഷ്ടതയിൽ സാത്താന്റെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. അതായത് മനുഷ്യന്റെ ചോദ്യത്തിന് വലിയ മറുപടിയാണ് ഈ ഒരു വചനം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നു, എൻ്റെ ജീവിതത്തിൽ രോഗം വന്നു, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയാസങ്ങൾ ഒന്നിനു പുറകെ വരുന്നു. അതിനൊക്കെ വ്യക്തമായ ഒരു മറുപടി ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. കഷ്ടതയിൽ സാത്താന്റെ പങ്ക് ബൈബിളിലുടനീളം പ്രകടമാണ്. അവിടെ സാത്താന്റെ ശക്തി പ്രിയമുള്ളവരെ തിരിച്ചറിയണം, എല്ലായ്പ്പോഴും പരിമിതമാണെങ്കിലും ശാരീരികവും മാനസികവും വൈകാരികവുമായി വേദന വരുത്തുവാൻ ദൈവം ചിലപ്പോൾ സാത്താനെ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കാം. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ൽ സാത്താൻ യോബിനെ വേദനാജനകമായ പരുവുകളാൽ പീഡിപ്പിക്കുക. പക്ഷെ അത് ദൈവത്തിന്റെ അനുമതിയോട് മാത്രം. സാത്താന് ദൈവഗണത്തിന് പുറത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് ഇവിടെ ഇത് തെളിയിക്കുകയാണ്. സാത്താന്റെ പ്രവൃത്തികൾ പലപ്പോഴും ദുഃഖകരവും കഷ്ടതയിലേക്കും ഹാനികരമായ അവസ്ഥയിലേക്കും നയിക്കുന്നുവെങ്കിലും ആത്യന്തികമായി നാം തിരിച്ചറിയണം, നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കാനും ശുദ്ധീകരിക്കാനും ഇത് സഹായിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. യോബിന്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തനിക്ക് മുഖാന്തരമായത് ഈ കഷ്ടതയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കാൻ ഇടയാക്കുന്നു. ആത്മീയമായ ദൃഢതയെ ആഴത്തിലാക്കാൻ കഴിയുമെന്ന് ഈ കഷ്ടപ്പാടുകൾ വ്യക്തമാക്കിയാണ്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയാൻ കഴിയട്ടെ, ദൈവം നമുക്ക് തരുന്ന കഷ്ടതകളിൽ നാം പിറുപിറുക്കരുത്. ദൈവം നമുക്ക് നൽകുന്ന വേദനകളിൽ നാം പിറുപിറുക്കരുത്. ദൈവത്തോട് മറുതലിക്കാൻ നാം ആരുമല്ല. കഷ്ടപ്പാടുകളിൽ നാം തികഞ്ഞവരെ മാറണം. ദൈവശക്തി അനുഭവിക്കണം. വീണ്ടും നാം തിരുവെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ അവിടെ 18 വർഷമായി വികലാംഗയായ ഒരു സ്ത്രീയെ യേശു സുഖപ്പെടുത്തും. അവിടെ അവസ്ഥയ്ക്കും ഈ സാത്താന്റെ ശക്തിയാണ്. അവിടെ അത് വ്യക്തമാക്കുന്നു. ചില രോഗങ്ങൾ ആത്മീയമായി വേരൂന്നിയിരിക്കാമെങ്കിലും സാത്താൻ ആളുകളെ ശാരീരികമായി അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. എന്നിരുന്നാലും പ്രിയരെ, യേശുവിന്റെ രോഗശാന്തി ശക്തി സാത്താന്റെ മേലുള്ള അവന്റെ അധികാരത്തെയും ശാരീരികവും ആത്മീയവുമായ കഷ്ടപ്പാടുകളിൽ നിന്ന് അവൻ നൽകുന്ന മോചനം വളരെ വലുതാണ്. നാം തിരിച്ചറിയണം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ദൈവത്തോട് അടുക്കാൻ നമുക്ക് കഷ്ടത, വേദന ആവശ്യമായിരിക്കുന്നു. ഇല്ലെങ്കിൽ നാം നിഗളിച്ചു പോകും, അഹങ്കരിച്ചു പോകും. നാം എല്ലാം ആണെന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഭരിക്കുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ാം വചനത്തിൽ പൗലോസ് എന്ന് പറയുന്ന അഭിഷിക്തൻ ഇങ്ങനെ പറയുന്നു, തന്റെ ജഡത്തിലെ മുള്ളിനെ കുറിച്ച്. സാത്താൻ അനുവദിച്ച ഒരു നിരന്തരമായ കഷ്ടതയാണ് അവിടെ അനുഭവിക്കാൻ പൗലോസിന്റെ ജീവിതത്തിൽ ഇടയാക്കുന്നത്. പ്രിയരെ, ഈ കഷ്ടപ്പാടും വേദനാജനകമായിരുന്നെങ്കിലും അത് പൗലോസിനെ താഴ്മയോടെ നിലനിർത്താനും ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാൻ സഹായിച്ചു. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സാത്താന്റെ കഷ്ടതകൾ പോലും വലിയ ആത്മീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. ഇന്ന് കഷ്ടപ്പാടുകൾ ആത്മീയ വളർച്ചയുടെ ഒരു ഉപാധിയായി തുടരുകയാണ്. എല്ലാ പ്രയാസങ്ങളും നേരിട്ട് സാത്താൻ കാരണമല്ലെങ്കിലും കഷ്ടപ്പാടുകളിൽ അവന്റെ പങ്ക് മനസ്സിലാക്കുന്നത് ദൈവത്തിലുള്ള ആഴത്തിലുള്ള ആശ്രയത്തെയാണ് ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ ഇടയാകുന്നത്. പ്രിയമുള്ളവരെ, ആത്യന്തികമായി സാത്താന്റെ മേലുള്ള യേശുവിന്റെ വിജയം, ദൈവം നമ്മുടെ നന്മയ്ക്കും അവന്റെ മഹത്വത്തിനും വേണ്ടി കഷ്ടപ്പാടുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നാം സന്തോഷത്തോടെ സ്വീകരിക്കുകയല്ല വേണ്ടത്. ഒരുപാട് ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും വന്നാൽ അത് ദൈവത്തോട് അടുക്കാനുള്ള മുഖാന്തരമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരാത്മീയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് നാം നശിച്ചു പോകാനുള്ളവരായിട്ടല്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് നിത്യതയിലേക്കുള്ള
പ്രവേശനമായിട്ട് ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ അത് സ്വാഗതം ചെയ്യുവാനും അതിലൂടെ തികഞ്ഞ വ്യക്തിത്വം പ്രാപിച്ച് ദൈവശക്തിയിൽ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തും, ദൈവം നമ്മളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.